എല്ലാ സിനിമകളിലും ഉണ്ട്. ഇന്നസെന്റ് ഏട്ടനായാലും മമ്മൂക്കയായാലും. അതെ. അപ്പം ആ കഥ എഴുതുമ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടർ രൂപപ്പെടുന്നത്? അത് ചിലപ്പോൾ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഇവരുടെ രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് അടുപ്പമുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നസെൻ്റ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം അഡ്വക്കേറ്റ് ദീപയുടെ തൊട്ടയൽവക്കത്ത് ഒരു റിട്ടയർഡ് പോസ്റ്റൽ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഇന്നസെൻ്റ് ആവാമെന്ന് ആദ്യം തന്നെ ചിന്തിക്കുകയാണ്. പിന്നെ ആ ക്യാരക്ടർ വികസിക്കുന്നത് ഇന്നസെൻറ്റിലൂടെ തന്നെയാണ്. അപ്പോൾ അതിന് വേറൊരാളെ നമ്മൾ കണ്ടെത്തുന്നില്ല. ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇന്നസെൻറ്റിന് പറ്റില്ലായിരുന്നു. കാര്യം ഇന്നസെൻ്റ് MP ആയി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോഹൻലാലിനോ മഞ്ജു വാര്യർക്കല്ല ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്നസെൻറ്റിനാണ്. ഇന്നസെൻ്റ് ഉള്ള ദിവസം ഇന്നസെൻറ്റിൻ്റെ സീൻസ് മാത്രം എടുത്ത് എന്നിട്ട് ഇന്നസെൻ്റ് വിട്ടിട്ടാണ് ബാക്കിയുള്ള സീൻസ് എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറിയാച്ച എന്നുള്ള ക്യാരക്ടർ ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ് അടുത്തിരി നന്നാവുന്നത്. അവരൊക്കെ ഇന്നസെൻറ്റും ഒടുവിൽ ഉണ്ണീഷനും കുതിരോട്ടം വെപ്പും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. പഴയ രാവണനിൽ ഇന്നസെൻ്റ് അഭിനയിക്കാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ലോക ക്ലാസിക്കാണ്. അങ്ങനെ ഒരു സീൻ വേറൊരു നടനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ആളുകളും അങ്ങനെ ടാലൻറ്റഡ്. അപ്പോൾ ലളിത ചേച്ചി KP ലളിത ചെയ്യുന്ന ഒരു ക്യാരക്ടർ മുത്തുമണി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മുത്തുമണിയെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ഞാൻ മുത്തുമണിയുടെ അമ്മ ഒരു കരച്ചിൽ രംഗമുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് അതാണ് എന്റെ മനസ്സിൽ വന്നത്. ഞാൻ വെച്ചാൽ സിനിമയല്ലാന്ന് തോന്നിപ്പിക്കും. നമ്മുടെ ക്യാമറ മുന്നിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് തോന്നും ഇത് സിനിമയല്ലാന്ന് തോന്നും. അങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പം ചെറിയ വിമർശനങ്ങൾ വരുമ്പം സത്യേട്ടൻ അതിനെ എങ്ങനെ എടുക്കും? വിമർശനങ്ങളെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാറുള്ളൂ. പക്ഷെ വിമർശിക്കുന്നവൻ എന്നെ വിമർശിക്കുന്ന ഒരാൾ അയാൾക്ക് വിമർശിക്കാനുള്ള എന്താണ് അർഹത എന്നുള്ളതിനെ പറ്റി ആദ്യം ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് ആലോചിക്കും. ഇതൊരു ക്രിയേറ്റീവ് ആൾക്കാർക്കും ഒരു സപ്പോർട്ടാണ്. അതായത് ഞാൻ പ്രകടമായിട്ട് അത് കാണിക്കുന്നില്ലെങ്കിലും ഒരാളെന്നെ വിമർശിക്കുമ്പോൾ ഇയാൾ എന്നെ വിമർശിക്കാൻ യോഗ്യനാണോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിക്കും. കാര്യം എന്നെ എന്നല്ല ഏതെങ്കിലും. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ എന്താണ്? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാരെ നമ്മൾ വെറുതെ വിടും.